السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. പശ്ചിമേഷ്യ ഒന്നടങ്കം ദുരന്തത്തിൻ്റെ നിഴലിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഭീതിയും ഭയവും അസ്വസ്ഥതയും സർവരെയും ബാധിച്ച ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ, നിലപാടുകൾ, നയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലളിതമായിട്ട് നാം ഒന്ന് പരിശോധിക്കുകയാണ്. ആദ്യമായിട്ട് നാമൊക്കെ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പലപ്പോഴും തിന്മകളാണ്, അഹങ്കാരവും ആർഭാടവും ഒക്കെയാണ് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്കും നിമിത്തമാകുന്നത് എന്ന ഒരു തിരിച്ചറിവാണ് എപ്പോഴും വിശ്വാസികൾക്ക് വേണ്ടത്. അള്ളാഹുവിലേക്ക് മടങ്ങാനും അവനിൽ പ്രതീക്ഷ അർപ്പിക്കാനും അള്ളാഹുവിന് മാത്രമേ നമ്മെ രക്ഷിക്കാനും നമ്മെ സഹായിക്കാനും കഴിയൂ എന്ന ബോധ്യമുണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു പരുവത്തിൽ നമ്മളൊക്കെ ആയിത്തീരുക എന്നതാണ് ഏറ്റവും പ്രധാനം. സർവശക്തനായ അള്ളാഹു എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും അറബ് മുസ്ലിം രാജ്യങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. യുദ്ധം സൃഷ്ടിക്കുന്ന സാമൂഹിക അനിശ്ചിതത്വത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇത്തരം സാഹചര്യങ്ങളൊക്കെ എളുപ്പം നീങ്ങി സമാധാനവും സുസ്ഥിരതയും കൈവരുന്ന ഒരു സാഹചര്യം അള്ളാഹു നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, യൂഷിക്കുൽ ഉമം അൻ തദഅ അലൈക്കും കമാ തദഅ അൽ-ലഖലതു ഇലാ ഖിസ്അതിഹ. അഥവാ ഒരു കാലം വരാനുണ്ട്, അന്ന് മറ്റ് സമുദായങ്ങൾ നിങ്ങൾക്കെതിരെ ഒന്നിച്ച് ഉരുണ്ടുകൂടും. ഏതുപോലെ എന്നാൽ കമാ തദഅ അൽ-ലഖലതു ഇലാ ഖിസ്അതിഹ, ഒരു ഭക്ഷണത്തളികയിലേക്ക് തിന്നാൻ കൊതിച്ച് ആഗ്രഹിച്ചു വരുന്നവർ ഒരുമിച്ച് കൂടും പോലെ എന്നാണ്. നമുക്കറിയാവുന്നതാണ്, ഒരു ഭക്ഷണം വിളമ്പുന്നിടത്ത് തിരക്ക്, ആൾക്കൂട്ടം, അത് നേടിയെടുക്കാനുള്ള അവരുടെ അധ്വാനം, കൈക്കലാക്കാനുള്ള പരിശ്രമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭക്ഷണ തളികയാണ് പറഞ്ഞത്, കിസ്അ. അതിലുള്ള ഭക്ഷണം ആർത്തിയോടെ വാരിയെടുക്കാൻ ആളുകൾ വട്ടമിട്ട് കൂടുന്നത് പോലെയാണ് നിങ്ങളെ കൊത്തി തിന്നാൻ ഇതര സമുദായങ്ങൾ വരിക. അങ്ങനെയുള്ളൊരു കാലം നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്ന്. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാസിസത്തിൻ്റെ പേരിലാണെങ്കിലും ഫാഷിസത്തിൻ്റെ പേരിലാണെങ്കിലും സിയോണിസത്തിൻ്റെ പേരിലാണെങ്കിലും ലോകത്തെവിടെയും നാം കാണുന്ന കാഴ്ച ഇത്തരത്തിലുള്ള കാഴ്ച തന്നെയാണ്. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ വലിയ ഭയം, അസ്ഥിരത, പരീക്ഷണം, ഉത്കണ്ഠ, ആകുലത ഒക്കെ നിങ്ങളെ വേട്ടയാടും. അതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വെച്ചതാണ് വളരെ നേരത്തെ തന്നെ.
വലിയ പരീക്ഷണങ്ങൾ, വളരെ ദുരിതങ്ങൾ, പ്രയാസങ്ങളൊക്കെ ബാധിക്കും. നിങ്ങളെ കുലുക്കിക്കളയുന്ന പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നേക്കാം. അതൊക്കെ അഭിമുഖീകരിച്ചവരാവും കഴിഞ്ഞുപോയ പ്രവാചകന്മാരും സാലിഹ്യങ്ങളായ ആളുകളുമൊക്കെ. അവരൊക്കെ അന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, മത്താ നസ്റുള്ള, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുക എന്ന് പ്രവാചകന്മാരും അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളും പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നലെ ആദ്യത്തെ ബോംബ് വീണപ്പോൾ ഇറാനിലെ ഒരു പ്രൈമറി സ്കൂളിൽ എത്ര പെൺകുഞ്ഞുങ്ങളാണ് മരിച്ചു പോകുന്നത്. നമ്മൾ അറിയേണ്ടത്, ഇറാനിൽ സ്ത്രീ സുരക്ഷ, സ്വാതന്ത്ര്യമൊക്കെ മുൻനിർത്തിയ ഭരണമാറ്റത്തിന് വേണ്ടി ഒരു രാജ്യവും ആ രാജ്യത്തോടൊപ്പമുള്ളവരും പണിപ്പെടുന്നത്. പക്ഷെ അവർ യുദ്ധം തുടങ്ങുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടാണ്. പാഠപുസ്തകങ്ങളും ബാഗുകളും ഒക്കെ ചിന്നിച്ചിതറി അതിലൊക്കെ രക്തം തെറിച്ച് അങ്ങേയറ്റം ഭീതിദയമായി കാണാൻ കഴിയാത്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്. എവിടെയും ഭയം നമുക്ക് കാണാം. നമ്മുടെയൊക്കെ മുഖത്തതുണ്ട്. നടക്കുന്നവരൊക്കെ അറിയാതെ മേൽപോട്ട് നോക്കി പോവുകയാണ്, മിസൈൽ വരുന്നുണ്ടോ. ഇതിനോടൊപ്പം തന്നെ ജോ വരാൻ സാധ്യതയുണ്ട്. ജോ എന്ന് പറഞ്ഞാൽ പട്ടിണിയാ, വിശപ്പാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ഇത് ലോക വ്യാപാര രംഗത്ത് വരുത്താൻ പോകുന്ന പ്രതിസന്ധി അത് നമ്മുടെ പ്രവചനത്തിന് അതീതമാണ്. എണ്ണ ടാങ്കുകൾ ബോംബിടുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന എന്തൊക്കെയാണ്. നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ ഇത് ഇന്നലെ തന്നെ എത്തി തുടങ്ങി എന്നതാണ്. നമ്മളൊക്കെ നമ്മുടെ പല പരിപാടികളും കട്ട് ഷോട്ട് ചെയ്യാൻ പോവാണ്, അതും വേണ്ട എന്ന് തീരുമാനിക്കാൻ പോവാണ്. അവിടെയുള്ളവർ അവിടെയും ഇവിടെയുള്ളവർ ഇവിടെയും എന്ന നിലക്കെല്ലാം കണ്ണടച്ച് ഈ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ പതുങ്ങിയിരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. വനക്സിമ്മിനെല്ലാം ധനം ചുരുങ്ങാൻ പോകുന്നു. വല്ലൻഫുസ്, ആളുകൾ മരിക്കാൻ പോകുന്നു, മരിച്ചു തീരാൻ പോകും. യുദ്ധമേഖലയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് എന്താ അറിയാം? ഇൻ്റർനെറ്റ് ബന്ധമില്ലാതെ, ലോകോത്തര മാധ്യമങ്ങൾക്ക് ആക്സസ് കിട്ടാതെ, സോഴ്സുമായി ബന്ധപ്പെടാൻ കഴിയാതെ അത്യന്തം ഭീതിത വളരെ കുറഞ്ഞ സത്യങ്ങളെ നമ്മൾ അറിയുന്നത്. ഈ ബോംബ് വർഷിച്ച പ്രദേശങ്ങളിൽ ആക്ച്വലി ഉണ്ടായിട്ടുള്ള കാഷ്വാലിറ്റീസിനെ കുറിച്ച് ഒരു പക്ഷേ 2-3 ആഴ്ച കഴിയണം നമുക്കൊരു ചിത്രം കിട്ടണമെങ്കിൽ. 40ഓളം പ്രധാനികളിരിക്കുന്ന വളരെ കൃത്യമായിട്ടാണ് അത് ആസൂത്രണം ചെയ്ത് കൊലപാതകം നടപ്പിലാക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാദിറു ബിൽ അഅമാൽ, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. കാരണം ഫിതനൻ കഖിത്ഉൽ ലൈലിൽ മുദ്ലിം, കരിനിഴൽ വീണ രാത്രി, കരിനിഴൽ വീണ് രാത്രി ഇരുളുന്നത് പോലെ, രാത്രിയിൽ ഇരുട്ട് കൂടി വരുന്നത് പോലെ ഫിത്നകൾ ഒന്നിന് പുറകെ മറ്റൊന്നായി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ പേടിയുണ്ടല്ലോ, അത് മാറ്റിവെച്ച് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരു പരുവത്തിലാവണം. നിങ്ങൾ പടച്ചവന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിലക്ക് നമ്മൾ മാറുക. അള്ളാഹുവിൻ്റെ നിശ്ചയം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് നമ്മൾ ഇബാദത്ത് അത് ഏറ്റവും നല്ലതാക്കി തീർക്കുക. ദുരിതബാധിതരെ നമ്മൾ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് സുലാഹുൽ മുഅ്മിൻ. മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ആയുധം അതാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, നമുക്കിടയിലെ അനൈക്യങ്ങൾ, തർക്കങ്ങൾ മാറ്റിവെച്ച് ഇസ്ലാമികമായ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. 3 തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒന്ന്, മനഃശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ ടെൻഷൻ, ഉത്കണ്ഠകൾ. ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഭയപ്പെടുത്തുന്നവൻ യഥാർത്ഥത്തിൽ ആരാണ്? പിശാചാണ്. ഇന്നമാ ദാലികും ശൈത്വാൻ, അത് പിശാചാണ്.
യുഹവിഫു ഔലിയാഅഹു, തൻ്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ തൻ്റെ മിത്രങ്ങളെ കാട്ടി നമ്മെ ഭയപ്പെടുത്തുന്നതും ഇന്നവരെയൊക്കെ കാണിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ആരാ? പിശാചാണ്. ഫലാ തഖാഫുഹും, അവരെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടൂ എന്ന് പറയുന്ന അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക, തിരിച്ചു പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ മറ്റൊരു പ്രതിസന്ധി നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന അനിശ്ചിതത്വവും അസ്ഥിരതയുമാണ്. ഈ സന്ദർഭത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഉത്കണ്ഠകൾ, വിഷയങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് വിടുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അടുക്കളയിൽ പോലും ഇതിൻ്റെ പ്രതിഫലനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഉത്കണ്ഠയിലാണിപ്പോൾ. ഇങ്ങനെയുള്ള ഉത്കണ്ഠകളൊക്കെ നമ്മൾ ആഖിറമെന്ന ഒറ്റ ഉത്കണ്ഠയിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടെ നിന്ന് പറഞ്ഞൊരു വചനം വളരെ അർത്ഥവത്താണ്. മൻ ജഅല അൽ ഹുമൂമ ഹമ്മൻ വാഹിദ ഹമ്മൽ ഇമാദ്, ഹമ്മൽ മആദ്. മആദ് എന്ന് പറഞ്ഞാൽ പരലോകമാണ്. പരലോകത്തേക്ക് തിരിച്ചു പോകണമെന്ന ഒറ്റ ഒരു ഉത്കണ്ഠയിലേക്ക് നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളെയും നിങ്ങൾ ചേർത്ത് വെക്കുന്നുവെങ്കിൽ, അല്ലേ, നമ്മൾ മരിക്കേണ്ടവരല്ലേ? യുദ്ധം വന്നാലും ഇല്ലെങ്കിലും സമയത്തെ നമ്മൾ മരിക്കും, അല്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹമ്മാകേണ്ടത്. ആഖിറമാണ്, പരലോകമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഹമ്മ്, ഏറ്റവും വലിയ ഉത്കണ്ഠ, ചിന്ത, ബോധം നമ്മെ പ്രയാസപ്പെടുത്തുന്നത് പരലോകമായിരിക്കണം. ആ പരലോകം എന്ന ഒറ്റ ഉത്കണ്ഠയിലേക്ക് നിങ്ങളുടെ സകല ഉത്കണ്ഠകളെയും ചേർത്തി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കഫാഹുല്ലാഹു ഹമ്മ ദുനിയാഹു, അവൻ്റെ ദുനിയാവിലെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹ് മറുപടി പറയും, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഇപ്പം നമുക്കൊക്കെ ഒരു ചിന്ത, നമ്മൾ ആരെയാ വിശ്വസിക്കുക, അല്ലേ? എന്ത് നിലപാടാണ് ഇത്തരം സാഹചര്യങ്ങൾ എടുക്കുക എന്നൊക്കെ തോന്നുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ നമ്മുടെ ഭരണാധികാരികളെ അനുസരിക്കുക എന്നതാണ്. ജീവിക്കുന്ന പ്രദേശത്തെ ഭരണാധികാരികൾ നൽകുന്ന നിർദ്ദേശം എന്താണ്, അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ്, നയങ്ങൾ എന്താണ്, അതിനോട് ചേർന്ന് മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഒപ്പം പണ്ഡിതന്മാരുടെ വാക്കുകൾ ശിരസ വഹിക്കുക എന്നതാണ് മറ്റൊരു കാര്യം. നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തിലും വിശ്വാസത്തിലും നമ്മൾ മുഴുകുക എന്നതാണ്. പ്രത്യേകിച്ച് യുദ്ധ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോളൂ. അൽ ഇബാദത്തു ഫിൽ ഹർജ്, യുദ്ധവേളയിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക് നിങ്ങൾ ഹിജ്റ ചെയ്ത് വരുന്നത് പോലെയാണ്. നമ്മൾ ഭയപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് വേദനിച്ച് ബേജാറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ കൃത്യമായി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോയി ഖുർആൻ ഓതി ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യാൻ യുദ്ധവേളയിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ അവൻ എന്നിലേക്ക് ഹിജ്റ ചെയ്ത് വരുന്നവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അവിടെ നിന്ന് പറഞ്ഞു. നിങ്ങൾ അനാവശ്യമായ തർക്കത്തിന് പോകരുത്, കുഴപ്പത്തിന് പോകരുത്. എത്രത്തോളം ഇത്തരം പ്രതിസന്ധി കുഴപ്പങ്ങളുമായി മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവോ, നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവോ, അതാണ് ഏറ്റവും നല്ലത്. തകൂനു ഫിതനുൻ, നോക്കൂ, കുഴപ്പങ്ങൾ, ഫിത്നകൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ വ്യാപകമാകുമ്പോൾ അൽ ഖായിദു ഫിഹ, ആ സന്ദർഭത്തിൽ ഇരിക്കുന്നവനാണ് ഖൈറും മിനൽ ഖായിം, നിൽക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ, ഉത്തമൻ. വൽ ഖായിമു ഫിഹ, ആ സന്ദർഭത്തിൽ നോക്കൂ, നിൽക്കുന്നവനാണ് ഖൈറും മിനൽ മാഷി, നടക്കുന്നവനേക്കാൾ നല്ലവൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കാതെ നിന്നും നിൽക്കാതെ ഇരുന്നും, അല്ലേ, സ്വയം ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഡിബേറ്റുകളും തർക്കങ്ങളൊക്കെ ഒഴിവാക്കി ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. നിങ്ങൾ അറിയണേ, ഇന്നൽ ഫിത്നത ഹാഹുന, നോക്കൂ, അവിടെയാണ് ഫിത്ന ഉത്ഭവിക്കുക, കിഴക്കൻ പ്രദേശങ്ങളിൽ. അവിടെ ഹൂസും അതുപോലെ തന്നെ കിർമാനമൊക്കെ ഉണ്ട്. ആ പ്രദേശത്ത് ഉത്ഭവിക്കുന്ന കുഴപ്പം വരും എന്ന് പ്രവാചകൻ പറഞ്ഞ ആ ഭാഗത്തൊക്കെയാണ് വലിയ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അത് എത്രത്തോളം അത് വലുതാകുമെന്നും അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം എത്രത്തോളം ഗുരുതരമാകുമെന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും നോക്കൂ, ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത
അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് ഒറ്റ ദിവസം കൊണ്ട് ഉടലെടുത്തത്. ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കുവൈറ്റ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ ദിവസം 1 മണിക്കൂർ കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും അസ്വസ്ഥപ്പെട്ടു പോകുമാർ, എല്ലാ എയർപോർട്ടുകളും അടച്ചു പോകുമാർ, വ്യോമമാർഗങ്ങൾ അടച്ചു പൂട്ടുമാർ സൃഷ്ടിച്ച പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവോട് ദുആ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ. നിരാശ ഒട്ടുമേ വേണ്ട, ഒട്ടും നിരാശ വേണ്ട. നിരാശപ്പെടാതെ അള്ളാഹുവിൽ തവക്കുൽ, അതാണ് ഏറ്റവും പ്രധാനം. തവക്കുൽ ചെയ്തുകൊണ്ട് അവരിൽ നിന്നുള്ള പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കുക. അള്ളാഹുവെ, മേഖലയിൽ ഉരുണ്ടുകൂടിയ പ്രശ്നങ്ങൾ, പൊട്ടിപ്പുറപ്പെട്ട ഈ യുദ്ധം, അത് സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളൊക്കെ അള്ളാഹുവെ നീ നീക്കി സമാധാനവും സുസ്ഥിരതയും എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. നിരപരാധികൾ എത്രയോ കൊല ചെയ്യപ്പെടുന്നു, അവരെ നീ കാക്കണമേ റഹ്മാനെ. മരിക്കുന്നവരെ നീ സ്വാലിഹ്യങ്ങളായി രക്തസാക്ഷികളായി സ്വീകരിക്കണമേ റഹ്മാനെ. ലാലിമ്യങ്ങൾ അഹങ്കാരികളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. ഈ റമളാൻ മുസ്ലിം ലോകത്തിന് ഒന്നടങ്കം അനുഭവിക്കാനും അത് ആസ്വദിക്കാനും നിന്റെ ലിക്കായിനെ കാണുവാനുമുള്ള ഒരു സാഹചര്യമായി നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.